6 വർഷം മുൻപ് കൊല്ലത്ത് നിന്ന് അമേരിക്കയിലെ കാലിഫോർണിയയിലേക്ക് കുടിയേറിയതാണ് ആനന്ദും ഭാര്യ ആലീസും. ഗൂഗിളിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ജോലി, പിന്നീട് സ്റ്റാർട്ടപ്പ് കമ്പനി, സാമ്പത്തികമായി അതിവേഗത്തിലുള്ള വളർച്ച. അതിനിടെ മക്കളില്ലാതിരുന്ന ദമ്പതികൾക്ക് 4 വർഷം മുൻപ് ഇരട്ട കുട്ടികളും പിറന്നു. ഇങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞ ഇവരുടെ ജീവിതത്തിൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? ആനന്ദും ഭാര്യയും മക്കളും വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിൻ്റെ ഞെട്ടലിലാണ് അമേരിക്കയിലെ മലയാളി സമൂഹം. കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായിരിക്കും കൂട്ടമരണത്തിനുള്ള കാരണം? പ്രാദേശിക സമയം തിങ്കളാഴ്ച രാവിലെ 9:13 സാൽ മറ്റേയോ അലമേഡ ഡീലാസ് പൽഗാസിലെ വീട്ടിനുള്ളിൽ 4 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ വീട്ടിലെത്തിയപ്പോൾ ആരുടെയും പ്രതികരണമുണ്ടായില്ല. പരിശോധനയിൽ ബലം പ്രയോഗിച്ച് ആരെങ്കിലും വീടിനകത്ത് പ്രവേശിച്ചതിനും തെളിവ് കിട്ടിയില്ല. തുടർന്ന് വീടിനകത്ത് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിഷവാതകം ശ്വസിച്ചാണ് മരണമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകളെങ്കിലും ഇത് ശരിയല്ലെന്ന് പിന്നീട് വ്യക്തമായി. ആനന്ദും ഭാര്യ ആലീസും മരിച്ചത് വെടിയേറ്റാണ്. വീട്ടിലെ കുളിമുറിയിലാണ് ദമ്പതിമാരുടെ മൃതദേഹം കാണപ്പെട്ടത്. 2 പേരുടെയും ശരീരത്തിൽ വെടിയേറ്റ പാടുകളുണ്ടായിരുന്നെന്ന് പോലീസ് പറയുന്നു. കുളിമുറിയിൽ നിന്ന് ലോഡ് ചെയ്ത നിലയിലുള്ള പിസ്റ്റളും പോലീസ് കണ്ടെടുത്തു. കുട്ടികളുടെ മൃതദേഹം വീട്ടിലെ കിടപ്പുമുറിയിലായിരുന്നു. കുട്ടികളെ വിഷം നൽകിയോ ശ്വാസം മുട്ടിച്ചോ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഭാര്യയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം ആനന്ദ് സ്വയം നിറയൊഴിച്ച് മരിച്ചതാണെന്നാണ് റിപ്പോർട്ടുകൾ. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ പട്ടത്താനം സ്വദേശി ഡോക്ടർ ജി ഹെൻറിയുടെ മകനാണ് ആനന്ദ്. ആലീസ് കിളികൊല്ലൂർ സ്വദേശിയാണ്. ഗൂഗിളിൽ ജോലി ചെയ്യുകയായിരുന്ന ആനന്ദ് അടുത്തിടെ രാജിവെച്ച് സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരുന്നു. 6 വർഷങ്ങൾക്ക് മുൻപാണ് കുടുംബം അമേരിക്കയിലേക്ക് പോയത്. ഇവർക്കൊപ്പം അമേരിക്കയിലായിരുന്ന ആലീസിന്റെ അമ്മ ജൂലിയറ്റ് തിങ്കളാഴ്ച പുലർച്ചെ നാട്ടിലെത്തിയ ശേഷം മകളെ ഫോണിൽ വിളിച്ചിരുന്നു. അതിനുശേഷം ഇരുവരെയും ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അവിടെയുള്ള സുഹൃത്തുക്കൾ വഴി ആനന്ദിന്റെ വീട്ടിൽ അന്വേഷിച്ചെങ്കിലും വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസിൽ വിവരമറിയിച്ചത്. വീട്ടിൽ നിന്ന് കുറിപ്പുകളോ മറ്റോ ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ പ്രതികരണം. 2016 ഇവർ വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തിരുന്നതായും പിന്നീട് ഇതുമായി മുന്നോട്ട് പോയില്ലെന്നും അമേരിക്കൻ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും വിവരമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.